ജസ്റ്റ് ഒരു കോൾ പോരെ, ഒറ്റ കോൾ. നാളെ മുതൽ 40 വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ SFIക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് ഏത് പോലീസ്. ഇന്ന് മതേതര വോട്ടിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആരിഫ് MP കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക. ശബരിമലയിലെ വിഷയം വന്നപ്പോൾ ശബരിമലയിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകളെ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ എത്തിക്കുവാൻ കഴിയുമെന്നാണ് ആരിഫ് വ്യക്തമാക്കുന്നത്. അതായത് SFI എന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നത് 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും അതിനു മേലെയുള്ള സ്ത്രീകളും ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് വിദ്യാർത്ഥി സംഘടനയാണ്. അതായത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു ഭീകര സംഘടന, വിദ്യാർത്ഥികളെ കൊന്ന് കെട്ടിത്തൂക്കുന്നതിന് പറ്റിയ ഒരു ഭീകര സംഘടന. ഏത് തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അതിലുണ്ട് എന്നാണ് ആ MP നിങ്ങളോട് കൽപ്പിച്ചത്. വോട്ട് കുത്തുക. വോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ മതേതര സ്വഭാവം പോവും. ഇപ്പോൾ മതേതരത്വം കാണിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് ശാന്തിയുടെ കയ്യിൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങി ചന്ദനം നെറ്റിയിലും തൊട്ട് ഇപ്പോൾ അവിടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഒരു പൂമാലയും വാങ്ങി അത് കഴുത്തിലിട്ട് നടക്കുന്നു. MP സ്ഥാനം കിട്ടുമ്പോൾ ഈ പൂമാല പിച്ചി ചീന്തി കുരങ്ങിനെ പോലെ എറിയും. അവൻ കുരങ്ങാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ട് പോലും അവിടുത്തെ, അതായത് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവൻ കുരങ്ങാണെന്നും ഇവൻ്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ അത് പിച്ചി ചീന്തി അവൻ്റെ മതം മാത്രം കാക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുമെന്നാണ് ആ പറയുന്നത്. ഇതിൽ കൂടുതൽ ആലപ്പുഴയിലെ ജനങ്ങളോട് എന്തെന്നാണ് പറയേണ്ടത്? അതായത് ഇനി ക്ഷേത്രത്തിൽ കയറി ശാന്തിയിൽ നിന്ന് തീർത്ഥവും വാങ്ങി സേവിച്ച ശേഷം അവനെ ചന്ദനവും പൂമാലയും ചാർത്തി ഇനി ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തെണ്ടിക്കുവാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ മതേതരവാദികളായ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുമെന്ന് നല്ലവണ്ണം അവനെ അറിയാം. ഇനി തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കി, ശബരിമലയെ ഇല്ലാതാക്കി, നാളെ ചെട്ടിക്കുളങ്ങരെ ഇല്ലാതാക്കും. കാരണം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര. ആ ചെട്ടിക്കുളങ്ങര കൂടി നശിപ്പിക്കുന്നതിന് വേണ്ടി ആരിഫിന് തന്നെ വോട്ട് ചെയ്യണമെന്ന ഒരു അപേക്ഷയാണ് ആലപ്പുഴയിലെ ജനങ്ങളോട് ഉള്ളത്. അത് കഴിഞ്ഞില്ലെങ്കിൽ KC വേണുഗോപാലിന് വോട്ട് കുത്തിയാലും മതി. അദ്ദേഹവും അതിനുള്ള ഒത്താശകൾ ഇടതുപക്ഷത്തിന് ചെയ്തു കൊടുത്തോളും. പാലക്കാട് ചുരത്തിന് അപ്പുറം ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നാണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ KC വേണുഗോപാലിനെ ജയിപ്പിച്ചാലും മതി ചെട്ടിക്കുളങ്ങരയെ നശിപ്പിക്കുന്നതിന്. ലാ ഇലാഹ ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല. ഒരു ഇസ്ലാം ആരുടെയും മുമ്പിൽ തലകുനിക്കാറില്ല, മുട്ടുമടക്കാറില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ മാത്രമാണ് മുട്ടു നടക്കുന്നത്. എല്ലാ മതങ്ങളെയും സമഭാവനയോട് കാണുന്ന വിശ്വ മാനവീയതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം കോപ്രായങ്ങൾ കൂടി കാണുക. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോൽപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ. അവസാനമായി തൃശ്ശൂർ പൂരം കലക്കിയായ സുനിൽകുമാറിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന മുരളീധരൻ്റെ കോപ്രായങ്ങൾ കൂടി കാണുക. ഇവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളിൽ നിന്നെങ്കിലും മനസ്സിലാകുക, യഥാർത്ഥ കളറ് അവരുടെ പച്ചയാണ്. അവർക്ക് പച്ചയോട് വളരെ പ്രേമമാണ്. കാരണം പച്ച കിട്ടിയാൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നല്ലവണ്ണം അറിയാം. ഇനി രഞ്ജിത്ത് ശ്രീനിവാസനെ ഇടയ്ക്ക് ഓർക്കുന്നത് നന്ന്. അതായത് നിങ്ങളുടെ വീട്ടുകളിലെ കുടുംബനാഥനെ ഇല്ലാതാക്കുന്നതിന് ആരിഫിനോട് പറഞ്ഞാൽ മതി. അവലും മലരും കുന്തിരിക്കവുമെല്ലാം അവർ കാത്തു വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി.
അഭിവാദ്യങ്ങൾ